രാമണ്ണിക്ക് പശുവിനെ കിടക്കാൻ അറിയോ? ഇല്ല. എളുപ്പാ, ഞാനിവിടെ വന്ന ശേഷം പഠിച്ചു. ഈ വെള്ളം എവിടേക്കാ? കുഞ്ഞമ്മയ്ക്ക് കുടിക്കാനാ, പിടിച്ചോളൂ. ഇവിടെ വെച്ചു. ഞാൻ എടുത്തോളാം. അയ്യോ വേണ്ടേ, അയ്യോ വേണ്ടേ, ഇതെന്തോ ഞാൻ കൂടെ പിടിക്കട്ടെ. അമ്മോ വന്ന് കേറിയില്ല, അതിന് മുമ്പേ അഭ്യാസം തുടങ്ങിയോ? എന്താണ് നോക്കി നിൽക്കുന്നത്? ആ ചെമ്പിന്റെ മൂടളയി കാണും. എടുത്തോട്ട് പോടി. താനെവിടെ പോന്നു? പപ്രക്കാലത്തിലേക്ക് ചെല്ല. അങ്ങാടി നിലവാരമൊന്നും എന്നോട് പറയണ്ട. ഞാൻ പറഞ്ഞ വിലക്കാണെങ്കിൽ നാളികേരം എടുത്തോളാം. എന്താ? ശരി, ഞാൻ പോട്ടെ. ശരി. രാമണ്ണി, എന്തോ നേരം വൈകി, നീ പോയി ഊണ് കഴിച്ചു. ഇത് കൂട്ടിയാ ചോറ് മുഴുവനും ഉണ്ടണം. നീ അവനെ ഊട്ടുവാണോടി? ഏതൊക്കെ പോടിയാക്കട്ടെ. ഒരു ജോലി അറിയില്ലെങ്കിലും നാണമില്ലാതെ തിന്നു മുടിക്കാൻ കൊള്ളാം. ആയമ്മ പറഞ്ഞത് കേട്ടിട്ടാണ് രാമണ്ണി ഉണ്ണാത്തതെങ്കിൽ എന്നും പട്ടിണി കിടക്കേണ്ടി വരും. ആ സ്ത്രീയുടെ സ്വഭാവം അതാ, ഒരു മൂശേട്ടിയാ. രാമണ്ണി, ഇത് കഴിക്കൂ. വേണ്ട. ഉച്ചയ്ക്ക് ഉണ്ടില്ലല്ലോ, പട്ടിണി കിടന്നാൽ ക്ഷീണിക്കും. ക്ഷീണിച്ചോട്ടെ. രാമണ്ണി ഇത് കഴിക്കില്ലേ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മോ, നീ തരൂ. ഇതാണല്ലേ നിങ്ങളുടെ ജോലി? രണ്ടിനെ ഞാൻ ഇനി ഇവിടെ വെച്ചേക്കില്ല. പോടി, പോകാൻ. രാമണ്ണി ഏത് ക്ലാസ് വരെ പഠിച്ചു? 7ാം ക്ലാസ് വരെ. രാമണ്ണി എന്നോടൊന്നിച്ച് വരുന്നു. എന്റെ കയ്യിൽ ടിക്കറ്റ് ഇല്ല അല്ലേ? സാരമില്ല, നമുക്ക് അടുത്ത സ്റ്റേഷനിൽ വാങ്ങിക്കാം. ഇത് സ്കോച്ചാണ്. വിസ്കി ഇതിനു മുമ്പ് കുടിച്ചിട്ടില്ലേ? ഞാൻ ഉണ്ട്. ഇതല്ല, കള്ള്. രണ്ടും ഒന്ന് തന്നെ. ലഹരി.
ഞാൻ കുടിച്ച് ബോധമില്ലായിരുന്നു. മേലിൽ കുടിക്കില്ലെന്നും ബോധമറ്റ് പ്രവർത്തിക്കില്ലെന്നും രാമുണ്ണിക്ക് ഉറപ്പുണ്ടോ? ഉണ്ട്. നമുക്കിറങ്ങേണ്ട സ്റ്റേഷൻ എടുത്തു. No, by train. വേലയൻ, വേലയൻ. എന്തോ? നീ ഏതാ? ഞാൻ രാമുണ്ണി. എന്താ അവിടെ കാര്യം? ഒരു ജോലിക്ക്. ജോലിയോ? കടന്നു പോവാൻ. നിൽക്കൂ, അവിടെ നിൽക്കൂ. ഇവൻ എവിടെയും പോയില്ല, ഇവിടെ താമസിക്കും. മോളും ഉത്തരവാണ്. ഈ വീട്ടിലെ ചങ്ങലക്കിടാത്ത പട്ടിയാണ്. സ്ഥലം കിട്ടിയാൽ ആരും കടിച്ചു കയറും. പേരെന്തെന്നറിയോ? വീരയ്യൻ. വീരത്തുള്ളൂ, അയ്യത്തില്ല. എനിക്ക് രണ്ടുണ്ട്, വേലയും അയ്യത്തും. അതാണ് ഞാൻ വേലയില്. അല്ലേ? ഭൂമിയിൽ നോക്കി നടക്കണോ? വാ. നീ ഇവിടെ താമസിക്കാൻ പോകുന്ന ആളല്ലേ? ഇങ്ങനെ പലതും കേൾക്കും, കാണും. ശ്രദ്ധിക്കും. കള്ളന്മാരെയും കൊലപ്പുള്ളികളെയും ജയിലിലേക്ക് അയക്കുമ്പോ കോടതി ഇന്ന മുറി എന്ന് വിധിക്കാറില്ല. പക്ഷെ ഇവിടെ പറഞ്ഞു ഇതാണ് തടവറ. പഴുതുകാലം ചോദിക്കോ? എന്താ പേര് മറന്നുപോയി? രാമുണ്ണി. അത് മാറും. ഇന്നോ നാളെയോ രാമുണ്ണിയുടെ ഉണ്ണി ഇങ്ങോട്ട് എടുക്കും, എന്നിട്ട് ഈ അങ്ങോട്ട് വെക്കും. അപ്പൊ എന്തായി? രാമയ്യൻ. എന്തിനാ പേര് മാറ്റുന്നത്? അതൊന്നും എന്നോട് ചോദിക്കരുത് പോലും മോനെ. അതെല്ലാം ജയന്തി അമ്മയുടെ ക്രിയകളാണ്. ഇവിടുത്തെ ഡ്രൈവർ വീരരാഘവൻ വീരയിനെ, ഈ വേലപ്പൻ വേലയിനെ. ഇവിടുത്തെ പട്ടി ഉണ്ടല്ലോ, അതിനെ എസ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവരുമ്പോ ടൈഗർ എന്നാണ് വിളിച്ചിരുന്നത്. ഇതല്ലേ പേരല്ലേ? അതിപ്പോ ടയ്യൻ. അങ്ങനെ ആദ്യ പേര്, പിന്നീട് സ്വഭാവം, ഒടുവിലാവുമ്പോ നമ്മുടെ ശരീരം തന്നെ അങ്ങോട്ട് മാറും. മോനെ, തെറ്റ തള്ള കണ്ടാൽ പോലും തിരിച്ചറിയില്ല. എന്തിനാണ് ഏറെ പറയുന്നത്? ഈ ഞാൻ തന്നെ ഇവിടെ വരുമ്പോ എന്തൊരു കളറായിരുന്നു, ചുവന്ന് അങ്ങനെ ചുവന്ന് ആപ്പിൾ പോലെയായിരുന്നു. കണ്ട പൂവമ്പഴം പോലെ ഇരുന്നു. ഇപ്പൊ ഞാൻ പൂവമ്പഴത്തിന്റെ തൊലി ഉണങ്ങിയതുപോലെ. നീ പാതാള ഭൈരവി കണ്ടുള്ളൂ? സിനിമ ഇല്ല. ഭൂതത്തിന്റെ കഥയാ. അതുപോലൊരു ഭൂതത്തിന്റെ കഥ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. പക്ഷെ ഒരു കാര്യം, ആരാണ് ഭൂതം, ആരാണ് മനുഷ്യന് തിരിച്ചറിയില്ല. ഭൂതമായാലും മനുഷ്യനായാലും ഇതിനകത്ത് പെട്ടവരാരും തിരിച്ചു പോയില്ല. നമുക്ക് പേടിയൊന്നുണ്ട്? ഇല്ല. മിടുക്കൻ. എന്നിട്ട് അങ്ങോട്ട് ഇല്ലടോ. എന്താണ് ചെയ്യുന്നത്? ഒന്നുമില്ല. നിനക്ക് ഒരു ശവപ്പെട്ടി ഉണ്ടാക്കാൻ എത്ര മരം വേണ്ടി വരും നോക്കിയായിരുന്നു. നടക്കടോ.
നടക്കടോ. ഇവിടെ നിന്ന് അങ്ങോട്ടൊന്ന് വരണ്ട. മുത്തയ്യ ഞാനാ. പിന്നെ ഇവനൊരു ബെഡ് കോഫി കൊടുക്കണം. പിന്നെ ബെഡ് കോഫി ചായ ആയിട്ടോ കാപ്പി ആയിട്ടോ അതെങ്ങനെ വേണമെങ്കിൽ നീ കഴിച്ചോ. പിന്നെ കഞ്ഞി അതൊന്നും ഇവിടെ കിട്ടില്ല. കാരണം മുത്തയ്ക്ക് നാടൻ പലഹാരം ഉണ്ടാക്കാൻ അറിയില്ല. കേട്ടോ, ഇറച്ചി മീനൊന്നും കഴിക്കില്ല, വെറും പച്ചക്കറി, അതും പച്ചയോടെ. പിന്നെ കോഴിമുട്ട അതൊരു 10-5 കഴിക്കും. നീ ഒരു കാര്യം ചെയ്യും, നീ കുളിച്ച് റെഡി ആയിട്ട് വിടുന്നു, ഞാൻ ഡ്രസ് എടുത്തു തരാം. മുത്തയ്യ അല്ല അവിടെ നിന്ന് പോരാ. പേടിപ്പിക്ക ഇവിടെ ഇറങ്ങടോ. ഇങ്ങോട്ട് കഴിച്ചാളെ മടിച്ചിനെ പറ്റില്ല. മോളിനുള്ള ഉത്തരവാണ്. എണ്ണ തേച്ച് കുളിപ്പിച്ച് പൗഡർ ഇട്ട് പൊട്ട് ഇട്ട് കൊണ്ടിച്ചല്ലേ. ഇറങ്ങിക്കോ. ഇറങ്ങണോ? ഇങ്ങോട്ട് കിട്. മറ്റേ കാലം പണ്ടാരടങ്ങിയത് എന്തോരിത്. എന്താ കഴിച്ചേ? പിന്നെ ഇങ്ങോട്ടർക്ക് ഇങ്ങോട്ട് ഏത് കാട്ടുന്ന അങ്ങോട്ട് ഇങ്ങനെ ഒക്കെ ചൂടാവുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് അങ്ങോട്ട് എന്നിട്ട് ഇതടിച്ചാലങ്ങോട്ടേ. അപ്പൊ എന്റെ അളവ് തെറ്റിയില്ലേ? അയ്യേ വൃത്തിയോട്ടെ സിരിപ്പുണ്ടോ. ഇനി പുറപ്പെട്ടോ. എങ്ങോട്ട്? എസ്റ്റേറ്റിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മിസ്റ്റർ രാജഗോപാലൻ എവിടെ? 2 ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്. ഷിപ്മെന്റിലേക്കുള്ള ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കഴിഞ്ഞു? ഇല്ല. ഇല്ലേ? മിസ്റ്റർ ജെയിംസ്, നിങ്ങൾക്ക് എന്താണ് ചെയ്യുന്നത് ഇവിടെ? തൊഴിലാളികൾ ലോഡിങ്ങിന് സമ്മതിക്കുന്നില്ല. ബോണസ് കൊടുക്കാൻ വൈകിട്ടും അവിടെ ചോദിച്ച അഡ്വാൻസ് കൊടുത്തില്ലെന്നാണ് പരാതി. കൊടുത്തില്ലെന്നോ? ഞാൻ മിസ്റ്റർ രാജഗോപാലിനെ ഏൽപ്പിച്ചിരുന്നല്ലോ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങൾ എവിടെയായിരുന്നു? ക്ഷമിക്കണം, അവിവാഹിതരായ ഒരു ചെറുപ്പക്കാരൻ പോകുന്നിടമെല്ലാം നിങ്ങളെപ്പോലും മതിയോട് പറയാമോ? കൊള്ളില്ല. ഇടയ്ക്ക് ചോദിക്കട്ടെ, യാത്രയൊക്കെ സുഖമായിരുന്നു? പരിഹസിക്കുകയാണോ? അതിനെനിക്ക് അർഹതയില്ലല്ലോ. ഞാൻ ജനറൽ മാനേജരും നിങ്ങൾ ഇവിടുത്തെ മാനേജിംഗ് ഡയറക്ടറും അല്ലേ? എന്റെ പദവി ഓർമ്മിപ്പിച്ചതിന് നന്ദി. ഫാക്ടറി തൊഴിലാളികൾക്ക് അഡ്വാൻസ് കൊടുക്കാനായി ഞാൻ ഏൽപ്പിച്ച തുക നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ കൊടുത്തില്ല? ആവശ്യമില്ലെന്ന് തോന്നി. അത് നിശ്ചയിക്കേണ്ടത് നിങ്ങളല്ലേ മിസ്റ്റർ രാജഗോപാലൻ? മിസ്സസ് ജയന്തി ശേഖരമല്ലല്ലോ. നിങ്ങൾ ആ മുറിയിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ടല്ലോ, ശാന്തി. അവളാണ് ഈ സ്വത്തിന്റെ ഒക്കെ അവകാശി. അവൾക്ക് അതിന് കഴിയില്ല. അവളുടെ അസുഖം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇതുവരെ അവൾക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നായിരുന്നു. ഇപ്പോൾ അവൾക്ക് ഭ്രാന്താണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. ഞാനല്ല, അവളെ പരിശോധിക്കുന്ന ഡോക്ടർ. ഡോക്ടർ 5 രൂപ കൊടുത്താൽ ഏത് രോഗത്തിനും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എഴുതി തരുന്ന ഡോക്ടർമാരും നമ്മുടെ നാട്ടിലില്ലേ? ശ്രീമതി ജയന്തി ശങ്കർ, ആ പെൺകുട്ടി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ സ്വത്തിന്റെ ഒരു ഭാഗം മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. അല്ലെങ്കിൽ അവൾ മരിക്കണം. മിസ്റ്റർ രാജഗോപാൽ, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. രാമുണ്ണി, ഇയാൾ എന്റെ ഒരു ചാർച്ചക്കാരനാണ്. എന്തെങ്കിലും ജോലി കൊടുക്കണം. ഇവനാണോ? നടക്ക്.